ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു പായസമായിട്ടാണ് കേട്ടോ. സ്ഥിരം ഉണ്ടാക്കുന്ന പോലെ പരിപ്പ് പായസം, ഗോതമ്പ് പായസം, പാൽ പായസം, അടപ്രഥമൻ അതൊന്നല്ല. ഇത്തവണ ഒന്ന് വെറൈറ്റി ആയാലോ, ഒന്ന് മാറ്റി പിടിക്കാം അല്ലേ. നേന്ത്രപ്പഴം കൊണ്ട് ഒരു പായസം, നേന്ത്രപ്പഴം പ്രഥമൻ. പലർക്കും അറിയായിരിക്കാം, പക്ഷെ ഞാനിത് ആദ്യമായിട്ട് ട്രൈ ചെയ്ത, സത്യം പറയാലോ, കിഡ്ലോസ്കി ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും ആരും കഴിച്ചു പോകും അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആട്ടോ. ആ നേന്ത്രപ്പഴത്തിന്റെയും പാലിന്റെയും ശർക്കരയുടെ ഒക്കെ എല്ലാം കൂടി കൂട്ടി വരുമ്പോൾ അടിപൊളി സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പിള്ളേർക്കായാലും നമുക്ക് കൊടുക്കാം. കുഞ്ഞു പിള്ളേർക്കായാലും നേന്ത്രപ്പഴം ഹെൽത്തി ഒരു ഓപ്ഷനും ആണ്. ഇത് വെറുതെ ഇങ്ങനെ സ്കൂപ്പായിട്ട് വേറെ കടിക്കാൻ ഇടയ്ക്ക് ഒന്നും കിട്ടാത്ത പോലെ നമ്മൾ വാരി കൊടുത്താൽ ദാറ്റ് ഇസ് ഓൾസോ ഹെൽത്തി ഫോർ ദം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് വേണ്ടത് 3 നേന്ത്രപ്പഴം. ഞാൻ 3 നേന്ത്രപ്പഴത്തിന്റെ കണക്കാ പറയുന്നത് കേട്ടോ. പുഴുങ്ങാൻ വെക്കണം. പുഴുങ്ങിയ പഴത്തിന് നമ്മൾ തൊലി ഊരി അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കുക ചെയ്യുക. പിന്നെ വേറെ സാധനങ്ങൾ ഇതിന് വേണ്ടത് തേങ്ങാപ്പാലാണ്. പിന്നെ ശർക്കര വന്നിട്ട് ഞാൻ പാനിയാക്കുന്നില്ല, നേരിട്ട് അതിലേക്ക് തന്നെ ഇടാണ്. മിക്സിയിൽ ഇടുക. പിന്നെ ഇതിലേക്ക് രണ്ടാം പാല്, പാറ്റി വെച്ച രണ്ടാം പാല് കുറച്ചൊഴിച്ച് നല്ല മഷി പോലെ നമുക്കിത് പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് മാറ്റി വെക്കാം. പിന്നെ പതിവ് പോലെ തന്നെ പായസത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? നെയ്യ്, കൊത്തി വെച്ച തേങ്ങാക്കൊത്ത്, പിന്നെ അത് നന്നായിട്ട് മൂത്ത് വരുമ്പം അണ്ടിപ്പരിപ്പ് നിറം മാറി വരുമ്പം കിസ്മിസ് ഇട്ടിട്ട് അത് വീർത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇത് മാറ്റി വെക്കാം. പിന്നെ ഈ നെയ്യിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പായസങ്ങൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് അധികം ചേർക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള പാത്രം വെക്കാം. നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച പഴത്തിൻ്റെ പേസ്റ്റ് അത് ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് ശർക്കര പാനി സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നില്ല, നാടൻ ശർക്കരയാണ്. അപ്പം ഞാൻ പൊടിയായിട്ടാണ് ചേർക്കണേ. ഒരു ബൗളുണ്ട്, ഒരു 200 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഈ ശർക്കരയും ഈ പഴത്തിൻ്റെ പേസ്റ്റും നന്നായിട്ട് മിക്സായി ശർക്കരയൊക്കെ മെൽട്ടായിട്ട് വരുമ്പം രണ്ടാം പാല് ചേർക്കാം. രണ്ടാം പാല് ചേർത്ത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. പണ്ടായിട്ട് അമ്മ പറയാറുണ്ട്, പായസം ഉണ്ടാക്കുമ്പം ശരിക്കും നമ്മൾ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലാണ് ആ പായസത്തിന്റെ രുചി വരാന്ന്. അപ്പൊ ഞാൻ പണ്ടൊക്കെ അയ്യോ എന്തിനാണ് അമ്മയെന്ന് പറയാറുണ്ട്. പക്ഷെ ശരിക്കും അതിനുള്ള രുചി ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. രണ്ടാം പാലിന്റെ അതൊക്കെ കുറുകി വരുമ്പം കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് നന്നായി തിളച്ചതിന് ശേഷം ഒന്നാം പാൽ ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ അധികം തിളക്കേണ്ട നമുക്ക് ആവശ്യമില്ല. വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് ഒരു ചൂടാവുമ്പോൾ നല്ല അടിപൊളിയുള്ള പായസം റെഡിയാണ്. ഈ ഓണത്തിനത് ട്രൈ ചെയ്ത് അറിയിക്കണേ. വിഷിംഗ് ഓൾ എ വെരി ഹാപ്പി ഓണം. ലവ് യു ഓൾ. ബൈ.